നമസ്കാരം. പഞ്ചശക്തി ടാരോട്ട് സ്പിരിച്വൽ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് യൂണിവേഴ്സ് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കേൾക്കാൻ പോകുന്നു. ഓക്കെ, അപ്പോൾ ഇതെന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്കിൽ ക്യൂൻ ഓഫ് സോർട്സ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഓവറോൾ എനർജി പറയുവാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളൊരു സെപ്പറേഷൻ പീരീഡിലാണ് എന്നത് കാണാൻ കഴിയുന്നുണ്ട്. അതായത് നിങ്ങളുടെ വ്യക്തിയോ നിങ്ങളോ ഒരു സെപ്പറേഷൻ പീരീഡ് ആയി കഴിഞ്ഞപ്പോൾ, അതായത് ഒരു തേർഡ് പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും ഒരു റിലേഷൻഷിപ്പിലെ തേർഡ് പാർട്ടി അല്ല. അല്ലാതെ നിങ്ങളോ നിങ്ങളുടെ ഫ്രണ്ട്സിലോ ആരെങ്കിലും ഒരു കോമൺ ഫ്രണ്ട് നിങ്ങളെക്കുറിച്ച് എന്തൊക്കെയോ കാര്യങ്ങൾ തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിരിക്കുന്നു നിങ്ങളുടെ വ്യക്തിയെ എന്നത് കാണാൻ കഴിയുന്നുണ്ട്. അതാണ് ഒരു സെപ്പറേഷൻ നിങ്ങൾക്ക് ഇടയിൽ ഉണ്ടായത്. ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ അവർ വന്ന് പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് എടുത്ത് ചാടി നിങ്ങളുടെ പേഴ്സൺ തീരുമാനമെടുത്തു, നിങ്ങളുമായിട്ട് വഴക്കുണ്ടാക്കി ഇപ്പോൾ ഒരു സെപ്പറേഷൻ പീരീഡിലാണ് എന്നത് കാണാൻ കഴിയുന്നുണ്ട്. നിങ്ങൾ ക്ലാരിറ്റി അതിനെക്കുറിച്ച് കൊടുക്കാൻ നോക്കിയിട്ട് നിങ്ങളുടെ പേഴ്സൺ അത് സമ്മതിച്ചിരുന്നില്ല. ആ ദേഷ്യത്തിൻ്റെ പുറത്ത് നിങ്ങളുടെ വ്യക്തി പോയി എന്നത് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒത്തിരി ഇഷ്ടമാണ്, പരസ്പരം പിരിയാൻ പറ്റാത്തത്രയും ഡെപ്തിലുള്ള ഒരു റിലേഷനാണ് നിങ്ങളുടെ എന്ന് കാണാൻ കഴിയുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ഇപ്പം നിങ്ങളെക്കുറിച്ച് നന്നായി ചിന്തിക്കുന്നുണ്ട്, നിങ്ങളിലേക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അവർ കുറച്ച് ഈഗോയിസ്റ്റ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആയതുകൊണ്ട് എങ്ങനെ വരണം എന്നറിയാൻ വയ്യാത്തത് കൊണ്ടാണ് ഇത്രയും ഒരു താമസം വരുന്നത് എന്ന് കാണാൻ കഴിയുന്നുണ്ട്. നിങ്ങളിലേക്ക് എന്ത് പറഞ്ഞു വരും എന്നറിയില്ല. കാരണം നിങ്ങളെ കേൾക്കാൻ പോലും തയ്യാറാകാവുന്ന ഒരു വ്യക്തി നിങ്ങളിലേക്ക് എങ്ങനെ വരും എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ്. എന്നാൽ ആ തേർഡ് പാർട്ടി സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ ഇപ്പോഴും അവരുടെ ചെവിയിൽ ഓരോന്ന് പറഞ്ഞു കൊടുക്കാൻ തയ്യാറാവുന്നുണ്ട്. എന്തൊക്കെ തന്നെയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരാൻ പോകുന്നു. അതും ഈ വരുന്ന ഒരാഴ്ചയ്ക്കുള്ളിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും വന്നിരിക്കും എന്ന് തന്നെയാണ് ഈ കാർഡ് പറയുന്നത്. ഓക്കെ, അപ്പം വരാൻ തയ്യാറായി നിൽക്കുകയാണ്. ഒരു കമ്മ്യൂണിക്കേഷൻ ഉടൻ തന്നെ ഉണ്ടാകും എന്ന്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു കൊടുത്താലും അതിൻ്റെ സത്യാവസ്ഥ പോലും അറിയണ്ട. കാരണം നിങ്ങളെ അത്രത്തോളം വിശ്വാസമാണ് എന്നുള്ളത് പിന്നീടാണ് അവർക്ക് മനസ്സിലായത്. നിങ്ങൾ അത്രത്തോളം വിശ്വസിക്കാനും മനസ്സിലാക്കാനും പറ്റുന്ന ഒരാളാണ്. അന്നേരത്തെ ദേഷ്യം കൊണ്ട് അറിയാണ്ട് ചെയ്തു പോയതാണ്, അറിയാണ്ട് വഴക്കുണ്ടാക്കി പോയതാണ്. അതിലവർക്കിപ്പോൾ മാനസികമായിട്ട് നല്ലൊരു കുറ്റബോധം അനുഭവിക്കുന്നുമുണ്ട്. അപ്പോൾ പുതിയൊരു തുടക്കത്തിനായി അവർ എത്രയും വേഗം വരുന്നു എന്നത് തന്നെ കാണിക്കുന്നുണ്ട്. തേർഡ് പാർട്ടി പറഞ്ഞ കാര്യങ്ങളൊന്നും അവർ ചിന്തിക്കുന്നില്ല. അവർ തേർഡ് പാർട്ടിയെക്കുറിച്ച് ആലോചിക്കുന്ന പോലുമില്ല. അവർ പുതിയൊരു തുടക്കത്തിനായിട്ട് നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നത് കാണാൻ കഴിയുന്നു. അപ്പം ഓക്കെ, താങ്ക് യു മൈ വ്യൂവേഴ്സ്.